ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ഇന്നത്തെ വ്ളോഗിൽ കുറേ വിശേഷങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു അൺബോക്സിംഗ് ഉണ്ട്, പിന്നെ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചമ്മന്തി പൊടിയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന, കുറേ നാൾ കേടുകൂടാണ്ട് എടുത്തു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി പൊടിയാണ്. അതുപോലെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോകാം. കുറേ നാൾ വ്ളോഗൊന്നും ഷെയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പം ചെടികളൊക്കെ ചെറുതായിട്ടൊക്കെ വലുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട്, പൂവൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ കായൊന്നും വന്നിട്ടില്ല. പിന്നെ ചീര അവിടെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വഴുതനം ഇവിടെ ഉണ്ട്. പിന്നെന്താ, അന്നത്തെ ദിവസം ചെറിയൊരു അൺബോക്സിങ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ ഇത് റോസുനും റൂഹിക്കുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫ്രോക്കാണ്. ഇത് അയച്ചിട്ടുള്ളത് അസ്മീസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഇവരുടെ സ്ഥലം കാസർഗോഡാണ്. കാസർഗോഡ് നിന്നാണ് ഇപ്പോൾ എനിക്കിത് അയച്ചു തന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇതുപോലെ ഡ്രസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഇന്ത്യയിൽ എവിടെയും ഇത് ഡെലിവറി ഉണ്ട്. അതുപോലെ UAE-യിലേക്കും ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് റൂയിക്കുള്ള ഫ്രോക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുടിയിൽ വയ്ക്കുന്ന ഒരു പിന്നും കൂടി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതും കാണാൻ. ഇത് റോസുവിനുള്ള ഡ്രസ്സാണ്, റോസുവിനുള്ള ഫ്രോക്കാണ്. നല്ല വെൽവെറ്റ് തുണിയിലാണ്. അതുപോലെ വെൽവെറ്റ് ബ്ലൂ മീൻസ് വെൽവെറ്റിൻ്റെ തുണി ബ്ലൂവിലും അതുപോലെ പിങ്കും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല അട്രാക്റ്റീവ് ആണ്. പിന്നെ ഇവരുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഡ്രസ്സുകൾക്കൊക്കെ ഓവർ റേറ്റ് ഒന്നുമില്ല. അപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. പിന്നീട് കമൻറ്റിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് തരാം. അതുപോലെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതും ഞാൻ പിന്നീട് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ കൂടെ അതിനോട്ട് മാച്ചിങ് വരുന്ന തലയിൽ വയ്ക്കുന്ന ക്ലിപ്പും കൂടിയുണ്ട്. അപ്പോൾ ഇതുപോലെ ട്വിന്നിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കുട്ടികൾക്കൊക്കെ അടിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഷെയർ ചെയ്യേണ്ട കേട്ടോ. വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഷെയർ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ റോസിനൊന്ന് കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ ആണെന്ന് നോക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇടുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കുറച്ച് ദിവസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴും പറയുന്നതാണ് മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം എന്നൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോറിംഗ് ആണോ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെറുതായിട്ടൊക്കെ എടുത്തു വെച്ചാണ്, മക്കളുടെ കാട്ടിക്കൂട്ടിലൊക്കെ ഒന്ന് കണ്ടപ്പോൾ എടുത്തു വെച്ചെന്നുള്ളൂ. അപ്പോൾ ഞാനിതിലൊന്ന് ഷെയർ ചെയ്തതാണ്. എന്തായാലും വ്യൂവേഴ്സിന് കുറേ പേർക്കൊക്കെ ഈ വ്ളോഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലെങ്കിലും മക്കളുടെ കളികളൊക്കെ കാണുമ്പം ചിലർക്കൊക്കെ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതാ ഇവിടെ ഇക്കാക്കൻ്റെ മോൾ അവിടെ ഇല്ല. നാത്തൂന് ഏകദേശം ഡെലിവറി ആവാനായിട്ടുണ്ട്, പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലാണ് ഇക്കാക്കൻ്റെ മോളും നാത്തൂനും കൂടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ റോസ് മാത്രമേ ഉള്ളൂ, ബാക്കി കുട്ടികളൊക്കെ ആൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ്. അവർ കളിക്കുമ്പോൾ അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം റോസുവിന് പൊതുവേ ഈ ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സൈക്കിൾ ഓടിക്കുന്നതും ഫുട്ബോൾ കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും ഒക്കെ ഭയങ്കര കാര്യമാണ്. അപ്പം ആദ്യം അവരെ കൂട്ടൂല എന്ന് പറഞ്ഞു, കാരണം അവൾ പെട്ടെന്ന് കരയുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കളിക്കാൻ കൂട്ടിയപ്പം ഭയങ്കര ഹരമൊക്കെയായി. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് ഞാൻ. ഇപ്പോൾ കുറേ നാളായിട്ട് റെസിപ്പീസ് മാത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇടയ്ക്കൊക്കെ വ്ളോഗൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ വ്ളോഗ് എടുക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പം കുറച്ചൊക്കെ എടുക്കും, പിന്നെ അവിടെ ഓഫാക്കി വെക്കും. ഫുൾ ടൈം ഇങ്ങനെ മൊബൈൽ പിടിച്ച് നടക്കുമ്പം ഭയങ്കര ബോറിംഗ് ആണ് ഇപ്പോൾ. അപ്പോൾ അതാ റീനും റൂഹിയും അവിടെ സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അവർ പിന്നെ ഇങ്ങനത്തെ പണിക്കൊന്നും പോവില്ല. റോസ് മാത്രമാണ് ഇതുപോലത്തെ പണിക്കൊക്കെ പോവുക, പുറത്തിറങ്ങി ഓടി നടക്കലൊക്കെ. റീനു ഫുൾ ടൈം, റീനു റോഹിക്കും ഇപ്പോൾ കൂടുതലായിട്ടും അകത്തിരിക്കുന്നതാണ് പണി.
കാരണം നല്ല ചൂടല്ലേ പുറത്ത്. അപ്പം കൂടുതലും അവർ അകത്ത് തന്നെയാണ് ഇരിക്കുക. പിന്നെ ഇതാ വീണ്ടും വീട്ടിലത്തെ വിശേഷമാണ്, ഇക്കടെ വീട്ടിലെ വിശേഷങ്ങളാണിത്. ഇത് അടുത്ത വീട്ടിൽ, നമ്മുടെ ഇക്കടെ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ ഉള്ളൊരു ഉമ്മ തന്നതാണ് എനിക്ക് ചീര. അപ്പം ഇവിടെ എന്താ പറയുക, ചീര തൈ കണ്ടപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചിരുന്നു അവരോട്. അപ്പോൾ അവരെനിക്ക് കുറച്ച് ചീരയുടെ തൈയും അതുപോലെ ചീരയും കൂടി കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അതിൽ നിന്ന് ഉമ്മ പറഞ്ഞു അതിൽ ഒരുപാട് വിത്തുണ്ട്, അപ്പോൾ നമുക്കത് വിത്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ചീരയുടെ ഇല എടുക്കുന്നുണ്ട്. അതുപോലെ വിത്ത് അതൊന്ന് വെയിലത്ത് വെക്കണം, എന്നിട്ട് ഉണങ്ങിയ ശേഷമാണ് അതിൽ നിന്ന് വിത്തെടുക്കുക കേട്ടോ. അറിയുന്നുണ്ടാവും എല്ലാവർക്കും, അറിയാത്തവർക്ക് ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കുക. അതിൽ നിന്ന് ഇല എടുത്ത് മാറ്റുക, ആ പൂവ് പോലത്തെ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ പരന്ന പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. ഇത് പിന്നെ ഞാൻ കുറച്ച് ചെറിയ തണ്ടും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചീര ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി കുഴിച്ചിടാൻ വേണ്ടി കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട്. ബാക്കി ഇതാ ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഇത് കാണാമല്ലേ, അതാണ് ചീരയുടെ വിത്ത്. അപ്പോൾ അത് പാകി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണല്ലോ, ഇപ്പോൾ ചീരയൊക്കെ ചെറുതായിട്ട് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, അടുത്തത് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് പാന് ചൂടാക്കുക. പഴയ പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ഒരു 5 or 10 ഉണക്കമുളക് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക, ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കുക. ഈ ഉണക്കമുളക് ചൂടാക്കുമ്പം ചുമ വരുന്ന പോലെ തോന്നില്ല, അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്രശ്നം പോയി കിട്ടും. അപ്പം അതിൻ്റെ ഒരു കളറ് മാറി വന്നാൽ ഒന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 2 തേങ്ങ ചെരുവേതെടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പല്ല, 2 തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാട്ടോ. അപ്പോൾ തേങ്ങ നമുക്ക് വറുക്കാനുള്ളതല്ലേ, അപ്പോൾ വറുക്കുന്ന തേങ്ങ നമ്മൾ എല്ലാതും പല സൈസാകുമ്പം നല്ലോണം വറവ് കണ്ട് റെഡിയായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലെൻഡറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത്, ബാക്കിലോട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി. വല്ലാണ്ട് പേസ്റ്റ് ആക്കരുത് കേട്ടോ, ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒരേ സൈസിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ സൈസിൽ നമുക്ക് വറവ് റെഡിയായി കിട്ടും. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, ഇനിയിപ്പോൾ നേരെ തേങ്ങ ചെരുവിയിട്ട് വറുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചിലത് വറവ് റെഡി ആവാണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും. നമ്മൾ ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ഇതാ 2 തേങ്ങ അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. ആദ്യം നമ്മൾ നേരത്തെ മുളക് വറുത്തിട്ടുള്ള അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇല മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 10-20 മിനിറ്റെങ്കിലും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഈ ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് ഉപ്പുമാവിൻ്റെ കൂടെ ദോശയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗൾഫിലേക്ക് ഹസ്ബൻഡുമാർക്കോ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടത്. അപ്പം അവിടെ തേങ്ങ അവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അവിടെ റെഡി ആവാനുണ്ട്. അപ്പോഴേക്കും ഞാൻ ഒരു ഇളനീർ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാക്കറ്റ് പാല്, 500 ml ഒരു പാക്കറ്റ് പാല്, നല്ല ഫ്രോസൺ മിൽക്കാട്ടോ എടുത്തിട്ടുള്ളത്. ഐസാക്കിയിട്ട് അതൊന്ന് ഉടച്ചെടുത്ത ശേഷം ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് ഇളനീരിൻ്റെ കാമ്പും കുറച്ച് വെള്ളം പിന്നെ പഞ്ചസാര അതും കൂടി ചേർത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം ഇളനീർ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പരിപാടി ആണ്, ഫ്രോസൺ ഐസ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നല്ലോണം നല്ല തിക്ക് മിൽക്ക് ഷേക്ക് ആക്കി എടുത്തിട്ടുണ്ട്, നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഇവിടെ ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഏതായാലും തേങ്ങ വറുക്കാൻ വെച്ചതുകൊണ്ട് ഞാൻ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളനീർ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇതാ അതിൻ്റെ കളറ് മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലോണം കളറ് മാറണം. അപ്പം അത്യാവശ്യം സമയം എടുക്കുന്ന പരിപാടിയാണ്. എന്നാലും ഒരു തവണ നമ്മളിതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഒന്നും കൂടി എൻ്റെ റെഡി ആവാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഏകദേശം നല്ലോണം റെഡി ആയിട്ടുണ്ട്, നല്ലോണം ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉണക്കമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ച് വേണം നമ്മൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാൻ, ഒരുപാടൊന്നും ചേർക്കരുത്. പിന്നെ ഇതിലോട്ട് ഉള്ളിയൊന്നും ചേർക്കരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കേടാവും. അപ്പോൾ ഇതാ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
തേങ്ങയുടെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ക്രിസ്പായിട്ട് വരണം തേങ്ങ. എന്നാലേ നമുക്കിത് കുറേ നാൾ പുറത്ത് വെച്ചാലും കേട് വരാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങേൻ്റെ കളറൊക്കെ കണ്ടോ, നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലോണം വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല പരന്ന പാത്രത്തിൽ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ അതുപോലെ ഇതിലോട്ട് നമുക്ക് പുളി വേണം. ചെറിയൊരു പീസ് പുളി മതി കേട്ടോ. അതായത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്താൽ മതി. അതുപോലെ കുരു പെടാണ്ട് നോക്കണം കേട്ടോ, കുരു പെടാൻ പാടില്ല. അപ്പോൾ അത് കുരു കളഞ്ഞിട്ട് അതിൻ്റെ തോല് മാത്രം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഇത് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പൊടിക്കുമ്പോൾ ചിലപ്പം ഉണക്കമുളക് പൊടിയാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഉണക്കമുളക് ഒന്ന് എടുത്ത് പൊടിച്ചിട്ട് ബാക്കി നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് പൊടിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് പിന്നെ ഓഫ് ചെയ്ത് പൾസ് ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് നേരം ആകുമ്പം അതിൽ ഒരു മോയ്സ്ചറൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നിങ്ങനെ പൾസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് കുറച്ച് തേങ്ങ നേരത്തെ വറുത്ത് വെച്ചില്ല ഇതിൻ്റെ കൂടെ ഉള്ളത്, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. കാരണം ഇപ്പം ഈ മൊത്തം മുളക് ഇതിലാണല്ലോ ഉള്ളത്. അപ്പം കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കുക. അതും ഒന്നുകൊണ്ട് പൾസ് ചെയ്ത് ഓഫ് ചെയ്ത് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ഉപ്പും പിന്നെ കുറച്ച് നമ്മുടെ പുളി, കുരുവ കളഞ്ഞിട്ടുള്ള പുളി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ തൊടാണ്ട് നോക്കാം കേട്ടോ. കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത് കേടാവും. അപ്പോൾ കൈ തൊടരുത് കേട്ടോ. ഈ ഒരു പ്രോസസ്സ് മൊത്തം കൈ തൊടാണ്ട് നോക്കണം. പിന്നെ ഇതിലോട്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ബാച്ചിലും നമുക്ക് പുളിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. പിന്നെ വീണ്ടും നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ പരുവം കണ്ടോ. അതിൽ മൊത്തം മുളക് നമ്മൾ ഈ ഒരു ബാച്ചിലാണുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ റെഡിയാക്കിയ ശേഷം എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ബാച്ചാണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫോർക്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ചുകൂടെ ഒന്ന് പൊടിയാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം അരക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് വരും. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി പൊടി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം പൊടിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നല്ല റെഡ് കളറിലായിരിക്കും കാണുന്നത്. കാരണം ഇതിലാണ് നമ്മുടെ മുളക് മൊത്തത്തിൽ കിടപ്പുള്ളത്. അപ്പം ഇനി ബാക്കിയുള്ളത് ഇതിൻ്റെ കൂടെ പൊടിച്ചെടുത്ത ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം. അപ്പം എന്നാലും നമ്മുടെ ചമ്മന്തിപ്പൊടി കറക്റ്റ് ടേസ്റ്റ്, ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിലാവുള്ളൂ. അപ്പോൾ അത് അടുത്ത ബാച്ചിൽ വീണ്ടും കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. സെയിം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ മുളക് ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, രണ്ടിൻ്റെയും കളർ ഡിഫറൻസ് കണ്ടില്ലേ. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് ചേർക്കാണ്ടെയും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറേ നാൾ കേടുകൂടാണ്ട് എടുത്ത് വയ്ക്കാൻ പറ്റും. നമ്മൾ വറുത്തരച്ച തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത് വയ്ക്കൂലേ, മീൻസ് വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോമ്പിൻ്റെയൊക്കെ നമ്മൾ തേങ്ങ വറുത്തിട്ട് റെഡിയാക്കി വെക്കില്ല. അതേപോലെ തന്നെ ഇതിങ്ങനെ പൊടിച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ, ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റും. അപ്പോൾ അതാ എല്ലാതും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 തവണ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫോർക്ക് കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ എല്ലാം കൂടി മൊത്തത്തിൽ കമ്പൈനായിട്ട് കിട്ടുകയുള്ളൂ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊന്ന് ചൂടാറിയ ശേഷം എടുത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ ഒരു ദിവസത്തിന് ശേഷം ടേസ്റ്റ് ചെയ്താലാണ് കറക്റ്റ് ഉപ്പും പുളിയും എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടൊന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.